എയിംസിലേക്ക് ഡൽഹിയിലേക്ക് പുറപ്പെട്ടിട്ടുണ്ടെന്നുള്ള വിവരം വരുന്നു. മുതിർന്ന നേതാക്കളും CWCയിൽ നിന്ന് ഡൽഹിയിലേക്ക് പുറപ്പെടാൻ ഒരുങ്ങുകയാണ്. അവിടുത്തെ സുരക്ഷയൊക്കെ വർദ്ധിപ്പിച്ചു എന്ന് കേൾക്കുന്നുണ്ട്. നിലവിലെ സാഹചര്യം എന്താണ്? ആശുപത്രിക്ക് മുന്നിൽ ആശുപത്രി അധികൃതർ ഇദ്ദേഹത്തിന്റെ ആരോഗ്യാവസ്ഥയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും കാര്യം ഔദ്യോഗികമായി അറിയിക്കുന്നുണ്ടോ മീഡിയയെ? ആര്യ, ഇപ്പോഴും ഔദ്യോഗികമായി തന്നെ ഒരു കാര്യവും എയിംസിന്റെ ഭാഗത്തു നിന്നും വന്നിട്ടില്ല. തൊട്ട് മുൻപ് JP നദ്ദ കേന്ദ്ര ആരോഗ്യമന്ത്രിയാണ്, ഒപ്പം തന്നെ BJPയുടെ ദേശീയ അധ്യക്ഷൻ കൂടിയാണ്. അദ്ദേഹം ഔദ്യോഗിക വാഹനത്തിൽ തന്നെ എയിംസിനകത്തേക്ക് പോയിട്ടുണ്ട്. വലിയ രീതിയിലുള്ള സുരക്ഷ നമുക്ക് എന്തായാലും എയിംസിന് മുന്നിൽ കാണാം. അതുപോലെ തന്നെ വരുന്ന വഴിക്ക് ജൻപത്തിലാണ് ഈ മൻമോഹൻ സിംഗിന്റെ വസതിയുള്ളത്. അവിടെയും വലിയ രീതിയിലുള്ള സുരക്ഷ ഒരുക്കിയിട്ടുണ്ട്. തൊട്ട് മുൻപ് ഇവിടെ നിന്ന് നമ്മൾ സംസാരിച്ചതിന് മിനിറ്റുകൾക്ക് പിന്നാലെയാണ് JP നദ്ദ എന്തായാലും ഇവിടേക്ക് എയിംസിലേക്ക് എത്തിയിരിക്കുന്നത്. അതീവ ഗുരുതരാവസ്ഥയിൽ എന്നുള്ളൊരു വിശദീകരണമാണ്, ഒരു കാര്യമാണ് നിലവിൽ എയിംസിൽ നിന്ന് നമുക്ക് ഔദ്യോഗികമായി പങ്കുവെക്കാനുള്ളത്. പല അനൗദ്യോഗിക വാർത്തകളും വരുന്നുണ്ട്, പക്ഷെ അതൊന്നും സ്ഥിരീകരിച്ചിട്ടില്ല. ഇപ്പോഴെന്തായാലും എയിംസിന്റെ ഭാഗത്തു നിന്നും അത്തരത്തിലൊരു സ്ഥിരീകരണം ഇതുവരെയും വന്നിട്ടില്ല. നമ്മൾ കാത്തിരിക്കുകയാണ്. ഇപ്പോഴും ICUവിലാണ്, അതീവ ഗുരുതരാവസ്ഥയിലാണ് എന്നുള്ള കാര്യം തന്നെയാണ് നമുക്ക് ഔദ്യോഗികമായി പറയാൻ കഴിയുന്നൊരു കാര്യം. എന്തായാലും JP നദ്ദ തൊട്ട് മുൻപാണ് എത്തിയത്. ഇവിടെ നിലവിൽ പ്രിയങ്ക ഗാന്ധി ഉണ്ട്, അദ്ദേഹത്തിന്റെ കുടുംബമുണ്ട്, ഭാര്യയും 3 പെൺമക്കളുമാണ് മൻമോഹൻ സിംഗിനുള്ളത്, അവരുണ്ട്. ഒപ്പം തന്നെ രാഹുൽ ഗാന്ധി അടക്കമുള്ള നേതാക്കൾ ബലഗാവിൽ നിന്നും പുറപ്പെട്ടു എന്നുള്ള കാര്യവും ഇപ്പോൾ അറിയുന്നുണ്ട്. അത് രാഹുൽ ഗാന്ധിക്ക് പുറമെ KC വേണുഗോപാലും കേരളത്തിൽ നിന്നുള്ള MP മാരടക്കം അവിടെയുള്ള നേതാക്കളും അശോക് ഗെഹ്ലോട്ട് ഉൾപ്പെടെയുള്ള നേതാക്കൾ, കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കൾ എല്ലാവരും എന്തായാലും ഇപ്പോൾ ഡൽഹി ലക്ഷ്യമാക്കി ബലഗാവിയിൽ നിന്നും കർണാടകയിൽ നിന്നും പുറപ്പെട്ടിരിക്കുകയാണ്. അവർ ഉടൻ തന്നെ എത്തും. എന്തായാലും ഇപ്പോഴും എയിംസിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിശദീകരണം എന്ന് പറയുന്നത്, ഔദ്യോഗിക വിശദീകരണം എന്ന് പറയുന്നത് ഇപ്പോഴും അതീവ ഗുരുതരമായി തന്നെ തുടരുന്നു എന്നുള്ള കാര്യമാണ്. മറ്റ് കാര്യങ്ങളൊന്നും തന്നെ എയിംസിന്റെ കാര്യത്തിൽ നിന്നും സ്ഥിരീകരണമായി ലഭിച്ചിട്ടില്ല. എന്തായാലും തൊട്ട് മുൻപാണ് JP നദ്ദ എത്തിയത്. ഒപ്പം തന്നെ വലിയ രീതിയിൽ സുരക്ഷ വർദ്ധിപ്പിച്ചിട്ടുമുണ്ട്. പീതാംബരൻ എയിംസ് ആശുപത്രിക്ക് മുന്നിൽ നിന്നാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. മുതിർന്ന കോൺഗ്രസ് നേതാക്കളെല്ലാം ബലഗാവിൽ നിന്ന് ഡൽഹിയിലേക്ക് പുറപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതുവരെ ഒരു ഒഫീഷ്യൽ ഇതുമായി ബന്ധപ്പെട്ട ഒരു ഔദ്യോഗിക വിവരം അദ്ദേഹത്തിന്റെ ആരോഗ്യാവസ്ഥയുമായി സംബന്ധിച്ച് എയിംസിൽ നിന്ന് പുറത്തേക്ക് വന്നിട്ടില്ല. പക്ഷേ അതീവ ഗുരുതരാവസ്ഥയിലാണ് ഡോക്ടർ മൻമോഹൻ സിംഗ് എന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. ഒരു ചെറിയ